വക്കം ഷാഹിന വധക്കേസ് പ്രതിക്ക് 23 വർഷം കഠിന തടവും തുടർന്ന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. 2016 ഒക്ടോബർ 25-ന് വക്കം യൂനുസ് മുക്ക് സാജൻ നിവാസിൽ ഷാജഹാന്റെ ഭാര്യ ഷാഹിനയെ കുത്തിക്കൊലപ്പെടുത്തുകയും കൊല്ലപ്പെട്ട ഷാഹിനയുടെ മരുമകൾ ജെസ്സിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ വർക്കല വെട്ടൂർ റാത്തിക്കൽ ദാറുൽ സലാം വീട്ടിൽ 44 വയസ്സുള്ള നസീമുദ്ദീനെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് പ്രസൂൻ മോഹൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. കൊല്ലപ്പെട്ട ഷാഹിനയുടെ മരുമകൾ ജെസ്സിയുടെ സഹോദരിയുടെ ഭർത്താവാണ് പ്രതി നസീമുദ്ദീൻ. നസീമുദ്ദീനും ഭാര്യയും തമ്മിൽ പിണക്കത്തിലാണ്. ആ വിരോധത്തിലാണ് പ്രതി ഭാര്യ സഹോദരിയെ ആക്രമിക്കാൻ എത്തിയത്. പ്രതിക്കെതിരെ കൊലപാതകത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരം ജീവപര്യന്തം തടവും 4.5 ലക്ഷം രൂപ പിഴയും, കൊലപാതക ശ്രമത്തിന് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും, വീട്ടിൽ അതിക്രമിച്ചു കടന്നതിന് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും, ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി ശിക്ഷിച്ചു. 23 വർഷത്തെ ശിക്ഷ കഴിഞ്ഞതിനു ശേഷം പ്രതി നസീമുദ്ദീൻ ജീവപര്യന്തം ശിക്ഷ പ്രത്യേകം അനുഭവിക്കണമെന്നും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിസ്സംശയം തെളിയുന്നതായി കോടതി നിരീക്ഷിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജഡ്ജായി പ്രവർത്തിച്ചു വരുന്നെങ്കിലും ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു വീഴ്ചയും വരുത്താതെ പൂർണ്ണമായും ചാർജ് ചെയ്ത എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായും ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ വേണിയാണ് കോടതിയിൽ കേസ് വാദിച്ചത്. അന്ന് കടയ്ക്കാവൂർ CI ആയിരുന്ന GB മുകേഷാണ് മികവുറ്റ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ബീക്കൺ ന്യൂസ് വർക്കല.